ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, ഉഷസ് പോലെ ശോഭിക്കുന്നവളും ചന്ദ്രനെ പോലെ കാന്തിമതിയും പകലിന്റെ ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, ഉഷസ് പോലെ ശോഭിക്കുന്നവളും ചന്ദ്രനെ പോലെ കാന്തിമതിയും കൊടിക്കൂറകൾ ഏന്തുന്ന സൈന്യത്തെ പോലെ ഫതീയതയും. എന്റെ ഈശോയെ തെറ്റുന്ന അമ്മേ, ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, ഉഷസ് പോലെ ശോഭിക്കുന്നവളും ചന്ദ്രനെ പോലെ കാന്തിമതിയും കൊടിക്കൂറകൾ ഏന്തുന്ന സൈന്യത്തെ പോലെ ഭയതയുമായ ഇവൾ ആരാണ്? ഉത്തമഗീതം 6-ാം 10-ാം തിരുവചനം. ഇന്നസെന്റ് 3-ാമൻ പാപ്പ പറയുന്നു, അവൾ രാത്രിയിലെ ചന്ദ്രനാണ്, പ്രഭാതത്തിലെ നക്ഷത്രമാണ്, പകലിന്റെ സൂര്യനാണ്. എന്നാൽ ഏശയ്യാ പ്രവചനത്തിലേക്കൊന്ന് കടക്കാം. 14-ാം അധ്യായം 12-ാം തിരുവചനം. ഉഷസ്സിന്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജനതകളെ കീഴടക്കിയിരിക്കുന്ന നിന്നെ എങ്ങനെ തറയിൽ വെട്ടി വീഴ്ത്തി? ലൂസിഫർ അഹങ്കാരം കൊണ്ട് അത്യുന്നതനെ പോലെയാകാൻ കൊതിച്ചു. ലൂസിഫറും സൈന്യവും പോരാടുന്നു, തറയിൽ വെട്ടി വീഴ്ത്തപ്പെട്ടു. പരിശുദ്ധമ്മ എളിമ കൊണ്ട് ദൈവമാതാവായി മാറി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അഹങ്കാരം, എളിമ രണ്ട് വിപരീത ഭാവങ്ങളാണ്. ഏത് നമ്മെ ഭരിക്കുന്നു? ആത്മശോധന ചെയ്യാം, പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഈ വചനം ശ്രവിക്കുന്ന എല്ലാവരെയും എളിമയുടെ പാഠങ്ങൾ പഠിപ്പിച്ച് അങ്ങേക്ക് സ്വീകാര്യരാക്കി മാറ്റണമേ. എല്ലാവരിലും പരിശുദ്ധ അമ്മയുടെ വിനയഭാവം നിറയട്ടെ. ഈശോയുടെ താഴ്മയാകൽ ജീവിതത്തിന്റെ മാതൃകയാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.